വീക്കിലി വാങ്ങുന്ന സാധനങ്ങളെല്ലാം പൊതുവെ ശനിയാഴ്ചയാണ് വാങ്ങാറ്. കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്രാവശ്യം ശനിയാഴ്ച പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദർശിന്ന് നേരത്തെ വന്നുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി. പതിവില്ലാതെ വീണ്ടും ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ബൾബെല്ലാം കാണുന്നുണ്ട്. ഏതോ MLA മോൻ്റെ കല്യാണം വരുന്നുണ്ട് തോന്നുന്നു. ഇതിനടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ നിന്നാണ് നാട്ടിലോട്ട് പോകേണ്ട ഒട്ടുമിക്ക ബസ്സും എടുക്കാറ്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങുന്ന ആ ഒരു ഷോപ്പിലോട്ട് എത്തി. നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവാണ്. പിന്നെ ഈ ഒരു സമയത്തായതുകൊണ്ട് ഇവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പച്ചക്കറിയിൽ അധികം സെലക്ട് ചെയ്യുന്ന ആൾ ആദർശാണ്. പിന്നെ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് ഞാൻ പച്ചക്കറി എടുത്ത് ഒരു 4 ദിവസം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പച്ചക്കറി മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്രാവശ്യം അനുഭവിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഓരോന്നും നോക്കിയും കണ്ടും എടുത്തത്. ഇവിടുത്തെ പച്ചക്കറിയെല്ലാം നല്ല ഫ്രഷാണ്. പിന്നെ പൈസയും കുറവാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ തിരക്ക്. ഞാൻ പിന്നെ ഒരു വിദഗ്ധയെ പോലെ കുറച്ച് ഉള്ളിയും എടുത്ത് നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. പിന്നെ എന്നാ സാധാരണ പോലെ പൈസയും കൊടുത്ത് സാധനം എടുത്ത് ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നിയത്. അപ്പം പിന്നെ നമ്മൾ നേരെ ചായക്കടയിലോട്ട് പോയി. ഇതിവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കടയാണ്. ഇവിടുത്തെ മുട്ട ബജി വളരെ സ്പെഷ്യലാണ്. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു നല്ല ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് കടന്നു. അപ്പോഴാണ് ഓർത്തത് കുറച്ചുകൂടി സാധനം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നേരെ ബിഗ് മാർക്കറ്റിൽ കയറി. സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആദർശിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ ഇവനെ കാണുന്നുമില്ല. ഫോണാണെങ്കിൽ എൻ്റെ കയ്യിലുമായിപ്പോയി. പിന്നെ ഞാൻ കുറേ നേരം ഇവനെ പരതി നടന്ന് അവസാനം എങ്ങനെയല്ലോ കണ്ടു കിട്ടി. പിന്നെ ബില്ലും അടച്ച് നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങി. പുറത്തോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കച്ചവടക്കാരെ കാണാം. സത്യത്തിൽ ഈ രാത്രി സമയങ്ങളിലാണ് ഇവർ കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ രാത്രി സമയങ്ങളിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ മതി. ഒരുപാട് ആൾക്കാരിങ്ങനെ പച്ചക്കറിയും പൂവും എന്തൊക്കെയോ വിൽക്കുന്നത് കാണാം. പിന്നെ കുറേ ആൾക്കാർ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിതുവരെ ഇത് കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ നല്ല സ്മെല്ല് വരാറുണ്ട്. എന്തൊക്കെയോ ഫിഷും ചിക്കനും പിന്നെ പാനിപൂരിയും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇവിടെ മൊത്തം. കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ടാവും. ഇരുന്നിട്ടും നിന്നിട്ടും കഴിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയമാകുമ്പോൾ ആൾക്കാരൊക്കെ വീട്ടിൽ കയറി വല്ല സീരിയലോ വാർത്തയൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. എന്നാൽ ഇവിടെ നോക്കിയേ എല്ലാം കുറേ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെയെല്ലാം പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ആൾക്കാരെല്ലാം പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ രാത്രിയെല്ലാം. ഇവരെല്ലാം അധികവും പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇവർ വല്ല PGയിലോ മറ്റോ നിൽക്കുന്നവരായിരിക്കും. പിന്നെ PGയിലെ ഫുഡ് സഹിക്കാൻ പറ്റായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നവരാവാനും വഴിയുണ്ട്. ഇവിടെയൊന്നും അങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പെണ്ണുങ്ങൾ 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറണം അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ചേച്ചിമാരെല്ലാം ഇങ്ങനെ രാത്രിയാകുമ്പോൾ പുറത്തോട്ടിറങ്ങി ഇത് കാണുന്ന പോലെ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അവർ മാക്സിമം അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല മഴക്കാറുള്ളത് കൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ വീട് പിടിച്ചു.